സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് ഇവിടെ ഈ പാർലമെന്റിൽ പുതിയ ഈ നിയമം ഉടലെടുക്കുന്നതിലൂടെ ഞങ്ങൾക്ക് സംജാതമായി കിട്ടുകയാണ്. ഈ അവസരത്തിൽ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഈ വേദിയിലേക്ക് തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ രാജ്യസഭയിൽ ഈ നിയമം വോട്ടിനിട്ട് പാസ്സാക്കിയതിനു ശേഷം ഞങ്ങളെ കാണുന്നതിന് വേണ്ടി ഈ ചെറിയ ഞങ്ങളുടെ ഈ തീരപ്രദേശത്തേക്ക് കടന്നു വന്ന രാജീവ് ചന്ദ്രശേഖർ സർ, അതിന് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സർ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, അത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി വരുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനമുണ്ടാക്കും, നിങ്ങൾക്ക് ശാശ്വതമായി ഇവിടെ ജീവിക്കുന്നതിനുള്ള അവകാശവും അനുവാദവും ഞാൻ നേടി നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോൾ അന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഈ ഭൂമിയിൽ അങ്ങ് വന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് പോയിട്ട് പിന്നെ അങ്ങ് തിരിച്ചു വരുന്നത് കേരളത്തിലെ BJP-യുടെ ഏറ്റവും വലിയ നേതാവായിട്ടാണ് കടന്നു വരുന്നത്, ദേശീയ നേതാവായിട്ടാണ് അങ്ങ് കടന്നു വരുന്നത്. അങ്ങക്ക് ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഓരോ മനുഷ്യരും ഈ ജീവിച്ചിരിക്കുന്നതോളം അടുത്ത തലമുറയും അങ്ങയുടെ ഓർമ്മ ഞങ്ങളിൽ ഉണ്ടായിരിക്കും എന്ന വിനയപുരസരം ഞാൻ ഈ നിമിഷത്തിൽ പറയുകയാണ് സാറിന്റെ അടുത്ത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നലെയും മിഞ്ഞാന്നും ആരും ഉറങ്ങിയിട്ടില്ല. 4 മണി വരെ TV കണ്ട് പ്രാർത്ഥിച്ച് പാർലമെന്റില് സദ്ബുദ്ധി എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനകളും കേട്ട് നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിഞ്ഞാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല്, വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആകുന്നു. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ സമര കമ്മിറ്റി, സമരത്തിൽ ഇരിക്കുന്ന ജനങ്ങള്, മുനമ്പത്തിന്റെ എല്ലാ ജനങ്ങൾക്ക് എൻ്റെ BJP-ന്റെ അടുത്തും NDA-യും അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിമിഷവും ദിവസവുമാണ്. എന്തുകൊണ്ട്? ഈ ചെറിയ മുനമ്പം ഗ്രാമം ഇവിടുത്തെ ജനങ്ങളെ കൈവിട്ട്, എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എല്ലാം കൈവിട്ടു പോയി ഒരു മുനമ്പം ഗ്രാമത്തിന്റെ സമരത്തിന്റെ ഒരു ഇമ്പാക്ട് ഡൽഹിയിലെത്തി. നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ 2 രാജ്യസഭയും പാർലമെന്റിലും ഒരു ബില്ല് പാസ്സാക്കാനുള്ള ഒരു ശക്തി, ഒരു സ്ട്രെങ്ത് ഈ സമരത്തിന് ഉണ്ടായിരുന്നു എന്ന് പീസ്ഫുള്ളി, ഒരു വയലൻസും ഇല്ലാണ്ട്. ഇതാണ് നമ്മുടെ ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമായ ഫീച്ചർ. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിന് ഞങ്ങൾക്കെല്ലാം സംഘർഷിക്കാനും അധ്വാനിക്കാനും ഒരു അവസരം കിട്ടി. നിങ്ങളുടെ ഭാവി, താങ്കളെല്ലാവരും ഭാവിക്ക് ഒരു നല്ലൊരു ഭാവി, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. BJP നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ജനങ്ങള് ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണ വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും, അത് ഉണ്ടാക്കി തരും. പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, പ്രവർത്തകരാണ്. ഇനിയും ഞങ്ങൾ ചെയ്യും, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി. ജയൻ ലക്ഷ്മൺ, ജെയിംസ് ആന്റണി, റോഷൻ റോയ്, ഷാരൻ സന്ദേവ്, സുരേഷ്
സുരേഷ് ആൻഡ്രൂസ് ജോസഫ്, ഷമിനെ ആ കൊടി മാറ്റ്, കൊടി വേണ്ട. റോയ് നിക്കോളാസ്, റോയ് നിക്കോളാസ്, നിങ്ങൾ കൊടി മാറ്റി. ആൻഡ്രൂസ് ജോസഫ്, ആന്റണി ജോർജ്, മേഴ്സി നെൽസൺ, നെൽസൺ ആന്റണി, റോക്കി ഫ്രാൻസിസ്, ചേട്ടാ മൈജോ തോമസ്, സിന്ധു ഹരിദാസ്, ജോസഫ്, ജോഷി മൈക്കൽ, റോയ് റോക്കി, ജെയിംസ് ആന്റണി, ചേട്ടാ അപ്പുറത്തേക്ക് നിന്ന് ഈ മൈക്കാണ് അതെ സെൻട്രൽ വെക്കണ്ട, അവിടെ അവര് ചവിട്ടി കൂട്ടി കളഞ്ഞ ലക്ഷ്മണൻ, വിനീഷ്, റോക്കി, ശശി, തോമസ് കുർമ്മമംഗലം, ഇത്തിത്തറ അംബ്രോ വർഗീസ്, ലിൻസൺ ആന്റണി, രവി, ആന്റണി കെ ജി, ഇവിടെ മൈക്കിരിക്കേണ്ട അങ്ങോട്ട് പോകും നിങ്ങള്. സേവ്യർ അലി വീട്ടിൽ, മറിയ ഞാൻ മൈക്ക് കൊണ്ട് അവിടത്തേക്ക് ചവിട്ടി പൊട്ടി നിക്സൺ, പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാവുന്നതാണ്. അംബ്രോസ്, ആന്റണി, ക്യാമറ